ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക്. ഇന്നൊരു സ്പെഷ്യൽ ഡേ ആണ്. എനിക്ക് ഭയങ്കരമായിട്ട് ഒരു സ്പെഷ്യൽ മൂമെൻറ്റ് സമ്മാനിച്ചൊരു ഡേ ആണ്. ഇന്ന് ഞാൻ ഇക്കാൻ്റെ വീട്ടിൽ പോയിന്. ഞാൻ രാവിലെയാണ് പോയേ. തലേന്നേ നിൽക്കാനേനു ഉമ്മ പറഞ്ഞിട്ടുണ്ടായത്. പക്ഷേ ഇന്ന് നമ്മളെ മീലാദ് ഫെസ്റ്റെല്ലാം നടക്കുന്ന അതുകൊണ്ട് മദ്രസയിൽ 9:30 വരെയുണ്ട്. കുട്ടികൾ 6:20 പോകുന്നത്. അപ്പോൾ 9:30 വരെ ഉള്ളതുകൊണ്ട് കുട്ടികളെത്താൻ 10 മണിയെല്ലാം ആവും. അപ്പോൾ പിന്നെ എന്തായാലും എനിക്ക് അങ്ങോട്ട് വണ്ടി വരാത്തതുകൊണ്ട് തന്നെ അത് പിന്നെ ഒരു ബുദ്ധിമുട്ടാവും. അതുകൊണ്ട് ഞാൻ ഉമ്മാനോട് പറഞ്ഞ് ഞാൻ രാവിലെ വരാം. അങ്ങനെ ഞാൻ അവിടെ രാവിലെ പോയി നോക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ഞാൻ വിചാരിക്കാത്ത കാര്യങ്ങളേനു നടന്നേ. അവിടെ നോക്കുമ്പോൾ പെങ്ങന്മാരും അവരെ മക്കളും എല്ലാവരും ഉണ്ടേനു. അവരൊന്നും വരുന്നത് എനിക്കറിയില്ലേനെ. അങ്ങനെ ഞാൻ പോയാലോ ഒരു 10:30 ആ സമയം ആയിട്ടേ ഉള്ളേ. അപ്പോഴത്തേക്ക് ഉമ്മ ചോറിന് ദമ്മിട്ടിന് മസാല ഗ്രേവി വേറെ റെഡിയാക്കി വെച്ചിന്. കുക്കറിൽ കുറച്ചധികം തന്നെ പായസം ഉണ്ടാക്കിന്. ഞാൻ എൻ്റെ ഉമ്മാനോട് ചോദിക്കുമ്പോൾ ഇതെന്തിന് ഇത്രക്കായിരം പായസം ഉണ്ടാക്കിന്. ഉമ്മമാറിന് അപ്പുറത്തെല്ലാം കൊടുക്കാനാണ്. അപ്പോൾ ഇന്ന് ഇവിടെ ഞാൻ അറിയാണ്ട് തന്നെ എൻ്റെ 7th മന്ത് ചടങ്ങ് നടത്താൻ തീരുമാനിച്ചിട്ടാണല്ലേ. പെങ്ങന്മാരും ഉമ്മയും എല്ലാവരും കൂടിയിട്ട് മാഷാഅല്ലാഹ് അൽഹംദുലില്ലാ നല്ല അടിപൊളിയായിട്ട് നടന്നിട്ടുണ്ടായിരുന്നു. പിന്നെ എൻ്റെ പെങ്ങളും മരിയക്കളെല്ലാം കൂടിയിട്ട് എന്നെ റെഡിയാക്കിയിട്ട് കുറച്ച് ഫോട്ടോസെല്ലാം എടുക്കലാണ്. നല്ല ഹാപ്പി ആയിരുന്നു. നമ്മളെല്ലാവരും ഒത്തുകൂടി ആ ഒരു മൂമെൻറ്റ് എന്ന് പറഞ്ഞാൽ ഭയങ്കര സ്പെഷ്യലായിരുന്നു. മാഷാഅല്ലാഹ് ഞാൻ എന്തു പറഞ്ഞിട്ടാ ഇങ്ങനെ നിങ്ങളായി ഒരു ഹാപ്പിനെസ് അറിയിക്കണമെന്ന് എനിക്കറിയില്ല. എൻ്റെ ഫസ്റ്റത്തെ ഡെലിവറി സമയത്ത് എൻ്റെ പെങ്ങൾ നാട്ടിലുണ്ടായിട്ടില്ല, ഗൾഫിലുണ്ടായ. അപ്പോൾ ഇതേപോലൊന്നും ചടങ്ങിനൊന്നും അവർക്ക് പങ്കെടുക്കാൻ പറ്റിയിട്ടില്ലേനു. അപ്പോൾ ആ ഒരു ആഗ്രഹത്തിൽ ഫസ്റ്റിനും ഉണ്ടായിട്ടില്ല, സെക്കൻഡിനും നാട്ടിലില്ലാന്ന് തോന്നുന്നേ. അങ്ങനെ ഓരോരോ ആഗ്രഹത്തിന് നടത്തിയ ഒരു 7th മന്ത് സെറമണിയേനു. മാഷാഅല്ലാഹ് ഞാനൊന്നും അറിയില്ല, ഞാനറിയില്ല, ഇക്കറിയില്ല, എൻ്റെ കുട്ടികളൊന്നും അറിയില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ ഞാൻ ഇക്കാക്കും എൻ്റെ കുട്ടികൾക്കെല്ലാം നല്ല ഡ്രസ്സെല്ലാം ഞാൻ എൻ്റെ കയ്യിൽ കരുതുവേനു. ഇതിപ്പോൾ ഞാൻ നിൽക്കുന്ന വീട്ടിൻ്റെ കുറച്ച് അടുത്ത് തന്നെയാണ് ഇക്കാൻ്റെ വീട്. ജസ്റ്റ് ഒന്ന് ഓട്ടോന് പോയാൽ മതി. അപ്പോൾ ഞാൻ അതൊന്നും കരുതിയിട്ടില്ല, അതൊന്നും ഞാൻ എടുത്തിട്ടുണ്ടായിട്ടില്ല. അങ്ങനെ മാഷാഅല്ലാഹ് മധുരെല്ലാം തരുന്ന ചടങ്ങാണ്. ഇങ്ങനെ എല്ലാ സ്ഥലത്തും ഉണ്ടോയെന്ന് എനിക്കറിയില്ല. ഇതിപ്പോൾ ഇവരൊരു ആഗ്രഹത്തിന് നടത്തിയൊരു പരിപാടിയാണ്. എൻ്റെ വീട്ടുകാരൊന്നും ഇല്ല കേട്ടോ, കാരണം ഞാൻ തന്നെ അറിയില്ലല്ലോ. അപ്പോൾ എൻ്റെ വീട്ടുകാരും വിളിക്കാനൊന്നും അങ്ങനെ സമയം ഉണ്ടായിട്ടില്ല. അങ്ങനെ എല്ലാവരും കൂടി മധുരം തന്നിട്ടിങ്ങനെ വളയിടൽ ചടങ്ങല്ലോ അതിൽ ജസ്റ്റ് ഇപ്പോഴത്തെ ഒരു പരിപാടി പോലെ ആക്കിയതാട്ടോ. ഇതാണ് എൻ്റെ മൂത്ത പെങ്ങൾ. പിന്നെ ഓറ് എന്നോട് ചോദിക്കുന്നുണ്ട് എന്തായി, ഇങ്ങനെ ഹാപ്പി ആയോ, ഇങ്ങനെയെല്ലാം പ്രതീക്ഷിച്ചിനോ, നമ്മൾ വരുന്നതെല്ലാം ഇങ്ങനെ അറിഞ്ഞു. ഞാൻ പറഞ്ഞില്ല, അറിയില്ല. ഇത് എൻ്റെ 2ാമത്തെ പെങ്ങൾ. മാഷാഅല്ലാഹ് എല്ലാം നല്ല രീതിയിൽ നടന്നിട്ടുണ്ടായിരുന്നു. നമ്മളെല്ലാവരും കൂടി ഒത്തുകൂടിയ ആ ഒരു നിമിഷം ഭയങ്കര സ്പെഷ്യലായിരുന്നു. മാഷാഅല്ലാഹ് പെങ്ങന്മാരല്ലോ ഇങ്ങനെ എന്നോട് സ്നേഹം പ്രകടിപ്പിച്ചൊരു ഉമ്മാറിന് എന്നാൽ ഞാനും തന്നിട്ടില്ലല്ലോ എന്നിട്ട് 2ാമത് വന്ന് തന്നതാണ്. പിന്നെ എൻ്റെ മക്കൾ തരുമ്പോൾ ആരെടുത്തുനിന്നാ റബ്ബേ ഞാൻ ഫസ്റ്റ് വാങ്ങണ്ടേന്നുള്ള കൺഫ്യൂഷനിൽ 2ആളെ നോക്കുന്നതിനും. പിന്നെ 2ആളും കൂടിയിട്ട് എനിക്ക് വളയിട്ടരില്ല. എൻ്റെ കുട്ടിക്ക് ഭയങ്കര ആഗ്രഹം ഉണ്ടായിന്. നമ്മളിങ്ങനെ റീൽസിലെല്ലാം കാണുമ്പോൾ ഉമ്മാൻ്റെയും ഇതേപോലെ 7ാം മാസത്തെ ചടങ്ങാക്കണോ, അങ്ങനെ ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. ലൂലുവിനേനും പ്രത്യേകിച്ച് ഇങ്ങനെ പറയുന്നുണ്ടായത്. ഇൻഷാ അല്ലാഹ് അത് നടന്നു കിട്ടി. മാഷാഅല്ലാഹ് ഈ ഹാപ്പിയും ഈ ഒരു സന്തോഷം എന്നും നിലനിൽക്കട്ടെ എന്ന് ഞാൻ അള്ളാഹിനോട് ദുആ ചെയ്യുന്നു. ഇതെൻ്റെ മൂത്ത പെങ്ങളെ ഓളാണ് ഇതിൻ്റെ എല്ലാം മാസ്റ്റർ പ്ലാന്. ഓളും ഇതിന് ശേഷം ഓളെ വക ബ്രൈറ്റ് ട്യൂബിയും നടത്തിയിട്ടുണ്ടേനു. ഇപ്പോഴത്തെ ആ ഒരു ടൈപ്പിലുള്ള ബ്രൈറ്റ് ട്യൂബിയും കുറച്ച് റീൽസും കാര്യങ്ങളെല്ലാം നമ്മൾ എടുത്തിട്ടുണ്ടായിന്. അതെല്ലാം ഞാൻ ഷോർട്സ് വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്തിന്. അത് കാണാത്തവരൊന്ന് കണ്ടു നോക്കാം കേട്ടോ.
ഇത് രണ്ടാമത്തെ മോളാണ്. പിന്നെ ഭയങ്കര ഹാപ്പി മൂമെൻ്റ് എന്ന് എനിക്ക് എന്താ പറയണ്ടേന്ന് വോയിസ് കൊടുക്കണ്ടേന്ന് അറിയില്ല. പിന്നെ ഈ വോയിസ് കൊടുക്കുമ്പോൾ ചെറിയൊരു ബുദ്ധിമുട്ടും കാര്യങ്ങളുണ്ടാവും. എനിക്ക് ചെറുതായിട്ട് തണുപ്പ് പിടിച്ചിന്, അതിൻ്റെ ഒരു ചെറിയ ബുദ്ധിമുട്ടും കാര്യങ്ങളെല്ലാം ഉണ്ട്. ഇതെൻ്റെ രണ്ടാമത്തെ പെങ്ങളെ മോളാണ്. അങ്ങനെ എല്ലാവരും ആയി. ലാസ്റ്റ് ഇക്കയും കൂടി മധുരം തന്നാൽ നമ്മളെ ഇവിടുത്തെ ഒരു മെമ്പേഴ്സിൻ്റെ ഇതെല്ലാം കഴിഞ്ഞ്. പിന്നെ വേറെ എന്നാ പറയണ്ടേ, ഇത്രയൊക്കെ തന്നെയുള്ളൂ. ചെറിയൊരു വീഡിയോ ആണ്. നിങ്ങളെല്ലാവരും എൻ്റെ ഈ വീഡിയോസ് കാണുന്നുണ്ടെങ്കിൽ, എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, മാക്സിമം സപ്പോർട്ട് ചെയ്യുക. ഇതിൽ ഞാൻ കുറച്ച് ഫോട്ടോസും കൂടി ആഡ് ചെയ്യുന്നുണ്ട്. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും അസ്സലാമു അലൈക്കും.